ഭൂമി, താനെന്താ ഇവിടെ നിൽക്കുന്നേ? കോളേജിൽ പോയില്ലേ? കാർത്തി ഗ്ലാസ് താഴ്ത്തി അവളെ നോക്കി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഭൂമി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്? കാർത്തി അത് ചോദിച്ചതും പതറിപ്പോയിരുന്നു ഭൂമി. എന്തായാലും ഞാനും കോളേജിലേക്കാണ്. ഭൂമി വരൂ. വേണ്ട സാർ. രണ്ടാമതൊന്നും ആലോചിക്കാൻ നിന്നില്ലവൾ. പെട്ടെന്ന് തന്നെ അവൾ അവന് മറുപടി കൊടുത്തു. സാർ, എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഏത് ഫ്രണ്ട്? എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും സാറിനറിയോ? പെട്ടെന്ന് ഭൂമിയുടെ ഭാഗത്തു നിന്നും അങ്ങനൊരു ചോദ്യമുണ്ടാകുമെന്ന് കാർത്തിക് തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഭൂമി അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖം മാറിപ്പോയിരുന്നു. ഒന്നും പറയാതെ, അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ കാറ് മുന്നോട്ടെടുത്തു. ഭൂമി വീണ്ടും ആ നിൽപ്പ് തുടർന്നു. അവളുടെ മനസ്സിലൂടെ എണ്ണമില്ലാത്ത വിധം ചിന്തകൾ കടന്നുപോയി. എങ്ങനെയെങ്കിലും സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു ആ നിമിഷം. ഏറ്റവും കുറഞ്ഞത് വണ്ടിക്കൂലിക്കെങ്കിലും ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലതെന്ന് അവൾ സ്വയം ചിന്തിച്ചു. തനിക്ക് പഠിക്കണം, പഠിച്ച് വിജയിച്ച് ഒരു ജോലി നേടി ആരുടെ ആശ്രയമില്ലാതെ ജീവിക്കണം. അതുമാത്രമാണ് തൻ്റെ ലക്ഷ്യം. തന്നെ വേണ്ടാത്ത ആളുടെ കൂടെ ഇനി മുന്നോട്ട് ജീവിതം വേണ്ട. സാറ് പറഞ്ഞതുപോലെ 1 വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് വാങ്ങി ഒഴിഞ്ഞു പോകണം. വീണ്ടും ഓരോ ചിന്തകളിൽ മുഴുകി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവളുടെ മുൻപിൽ മറ്റൊരു കാറ് ഹോണടിക്കുന്നത്. കാറിൻ്റെ ഗ്ലാസ് മെല്ലെ താഴ്ന്നതും ഡ്രൈവർ സീറ്റിലിരുന്ന ദേവ് കൈ ഉയർത്തി കാണിക്കുന്നതും ഭൂമി കണ്ടു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഭൂമി. എന്താ ഇവിടെ നിൽക്കുന്നേ? അത് നല്ല ചോദ്യം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് എന്തിനാ? ബസ് കയറി കോളേജിൽ പോകാനല്ലേ? ഭൂമി ഒരു തമാശ പോലെ ദേവിനോട് ചോദിച്ചു. ഭൂമിയുടെ ഈ വക ഭാവങ്ങളൊക്കെ ആദ്യമായി കാണുകയായിരുന്നു ദേവ്. ഇത്രയും ക്യാഷ്വലായിട്ട് അവൾ ഒരിക്കലും ഇതിനു മുൻപ് അവനോട് സംസാരിച്ചിരുന്നില്ല. എപ്പോഴും സാർ എന്നൊരു റെസ്പെക്റ്റ് നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു അവളുടെ സംസാരവും പ്രവൃത്തിയുമെല്ലാം. അതുകൊണ്ട് അവൻ അവളെ നോക്കിയൊന്ന് മന്ദഹസിച്ചു. എനിക്കിപ്പം ബസ് വരും, 5 മിനിറ്റിനകത്ത്. ഞാനത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു സർ. ഞാനിപ്പോൾ സാറിനോട് വെറുതെ പറഞ്ഞ കേട്ടോ, സോറി. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. വാടോ, വന്ന് കയറിക്കോ. ഞാനും കോളേജിലേക്കാണല്ലോ. അത് വേണ്ട സർ, ബസ് ഇപ്പോൾ വരും. ഈ സമയത്ത് ബസ്സിൽ നല്ല തിരക്കായിരിക്കും. വെറുതെ എന്തിനാ കുട്ടികളുടെ തള്ളു കൊണ്ടുപോകുന്നത്? അതിലും എത്രയോ നല്ലതാണ് താൻ എൻ്റെ ഒപ്പം വരുന്നത്. ദേവിന് ഒരു മുഷിപ്പ് തോന്നരുതല്ലോ എന്ന് കരുതി ഭൂമി കാറിൽ കയറി. അതുമാത്രമല്ല, ദേവ് ഇന്നലെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട ശേഷം അവനോടൊരു നന്ദി വാക്ക് പോലും പറയാതെ, ആരുടെയും മുഖത്തുപോലും നോക്കാതെ അത്രയും സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് പോയത്. ദേവിൻ്റെ കാറിൻ്റെ ബാക്ക് ഡോർ തുറക്കാൻ തുടങ്ങിയതും കുറേ ബുക്സ് അവിടെ ഇരിക്കുന്നു. ഭൂമി, താൻ ഇവിടെ കയറിയിരുന്നോ? അത് കോളേജിലേക്കുള്ളതാണ്. അവൻ പറഞ്ഞതും ഭൂമി ഇത്തിരി വല്ലായ്മയോടെ മുന്നിലിരുന്നു. ദേവിൻ്റെ കാറിൻ്റെ മുൻസീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചവൾ. സർ, ഇന്നലെ എന്നെ വീട്ടിൽ വരെ കൊണ്ടുവന്നു. എനിക്കൊരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റിയില്ല. അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് സർ. സോറി, റിയലി സോറി. ഇതിനൊക്കെ എന്തിനാണ് സോറി പറയുന്നത്? തൻ്റെ അപ്പോഴത്തെ ആ ഒരു അവസ്ഥ അതെനിക്ക് മനസ്സിലാകുമായിരുന്നു. ഈ സോറി ഒന്നും വേണ്ട കേട്ടോടോ. തികച്ചും ഔപചാരികമായി പോകും. അതിനു മറുപടിയായി അവളൊന്ന് ചിരിച്ചതേ ഉള്ളൂ. അവൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിനമായിരുന്നു അത്. പോകുന്ന വഴിയിലെല്ലാം ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് ദേവ് കൂടുതലും പഠനത്തെക്കുറിച്ചുള്ളവയായിരുന്നു. സ്റ്റാഫ് റൂമിൽ ചെന്ന ശേഷം കാറിൽ മറന്നുവെച്ച തൻ്റെ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി കാർ പാർക്കിങ്ങിലേക്ക് പോകുവാണ് കാർത്തി. പെട്ടെന്നാണ് അവൻ്റെ കാലുകൾ നിശ്ചലമായത്. ദേവിനൊപ്പം കാറിൽ വന്നിറങ്ങുന്ന ഭൂമി. അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഭൂമിയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം. ഒന്ന് തല ഉയർത്തി നോക്കിയ സമയത്താണ് ഭൂമി കാർത്തിക്കിനെ കണ്ടത്. പെട്ടെന്ന് കാർത്തിക്കിനെ അവിടെ കണ്ടതും ഭൂമിയും വല്ലാണ്ടായി. പോട്ടെ സർ. ദേവിനോട് മാത്രം യാത്ര പറഞ്ഞ് ഭൂമി പെട്ടെന്ന് ക്ലാസ് റൂമിലേക്ക് നടന്നു.
ദേവ് കാർത്തിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞെങ്കിലും തെളിച്ചമില്ലാത്തൊരു ചിരിയായിരുന്നു കാർത്തിയുടെ ഭാഗത്തു നിന്നും അവന് കിട്ടിയത്. ദേവ് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാണ്ട് നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. കാർത്തി ബുക്കെടുത്ത് ഡോറടയ്ക്കുന്ന സമയത്തായിരുന്നു അനുപമയുടെ സ്കൂട്ടി പാർക്കിങ്ങിലേക്ക് വന്നത്. എന്തു പറ്റി കാർത്തി? എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? വയ്യേ? അവനെ കണ്ടതും അനുപമ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു. ഏയ് ഒന്നുമില്ല, എനിക്ക് ഈ അവർ ക്ലാസ് ഉണ്ടെനു, പോട്ടെ. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ധൃതിയിൽ കാർത്തി മുൻപോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അനു സംസാരിച്ചു തുടങ്ങി. അതുകൊള്ളാം, ഞാനും അങ്ങോട്ടേക്കല്ലേ, നമുക്ക് ഒരുമിച്ച് പോകാം കാർത്തി. എന്തിനാണ് അനു കുട്ടികൾക്കിടയിൽ നമ്മളൊരു സംസാര വിഷയമായി മാറുന്നത്? അത് കൊള്ളാം. കാർത്തി ആരെയായി പേടിക്കുന്നേ? ഭൂമിയാണോ? എപ്പോഴും നമ്മളിതുപോലെ സംസാരിച്ചുകൊണ്ടാണ് സ്റ്റാഫ് റൂമിലേക്ക് പോയിരുന്നത്. മാത്രമല്ല, സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു, തമാശകൾ പറയുമായിരുന്നു. പിന്നെന്തിനാണ് കാർത്തി ഇപ്പോൾ ഇതൊക്കെ ഭയക്കുന്നത്? മുൻപുള്ളതുപോലെ അല്ല ഞാനിപ്പോൾ. ഇപ്പോഴെന്താ ഒരു പ്രത്യേകത? ഞാനിപ്പോൾ ഒരു ഭർത്താവാണ്. വിവാഹിതനായ ഞാൻ വീണ്ടും നിന്നോട് പഴയതുപോലെ അടുത്തിടപഴകുമ്പോൾ അതൊന്നും ശരിയാവില്ലനോ. നമുക്ക് പിന്നീട് സംസാരിക്കാം. അത് കൊള്ളാം. കാർത്തി എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുവാണോ? ഞാൻ പറയുന്നതിൻ്റെ മീനിങ് എന്താണനു നിനക്ക് മനസ്സിലാവാത്തത്? ഭൂമി എൻ്റെ ഭാര്യയാണെന്ന് ഈ കോളേജിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിന്നോട് വീണ്ടും സംസാരിച്ചു നിന്നാൽ അവരൊക്കെ എന്തായിരിക്കും നമ്മളെക്കുറിച്ച് വിചാരിക്കുക? അനുപമയൊന്നും മിണ്ടിയില്ല. അവൾക്ക് ആ സമയം ദേഷ്യം തോന്നിയത് അത്രയും ഭൂമിയോടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ കാർത്തി സ്റ്റാഫ് റൂമിലേക്ക് നടന്നിരുന്നു. അനുപമയുടെ ഉള്ളിൽ ഒരു ഭയം കടന്നുകൂടിയിരുന്നു. കാർത്തി ഭൂമിയെ സ്നേഹിച്ചു തുടങ്ങിയോ എന്നൊരു ഭയം. അത് അവൾക്കുള്ളിൽ നാമ്പിട്ടു. താൻ അറിയുന്ന, തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന കാർത്തി ഒരിക്കലും തന്നോട് ഇങ്ങനെ പെരുമാറില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഭൂമിക്കെതിരെ ചില പദ്ധതികൾ അന്നേരം കൊണ്ട് തന്നെ അനു മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. അനുപമയുടെ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞ ഒരു ചിരി വിടർന്നു. താൻ തയ്യാറാക്കുന്ന പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ കാർത്തിക്കിന് ഭൂമിയോട് മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഒരിഷ്ടം തോന്നിയെങ്കിൽ ഉറപ്പായി അത് ഇല്ലാതാകുമെന്ന് അനു ഉറച്ചു വിശ്വസിച്ചു. ഏറ്റവും അടുത്ത ദിവസം തന്നെ മനസ്സിൽ കണക്ക് കൂട്ടിയ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചു. എന്തു വന്നാലും കാർത്തികിനെ മറ്റാർക്കും താൻ വിട്ടുകൊടുക്കില്ല. അതിനിപ്പോൾ ഭൂമിയെ ഇല്ലാതെ എന്നാണെങ്കിൽ അങ്ങനെ. അന്നും ഭൂമിയുടെ ക്ലാസ്സിൽ ആദ്യത്തെ അവർ കാർത്തികിൻ്റേതായിരുന്നു. കാർത്തി ക്ലാസ്സിലേക്ക് കയറി വന്നതും കുട്ടികളെല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ക്ലാസ് ഒന്നാകെ നിശബ്ദമായി. അറ്റൻഡൻസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാർത്തി. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ ഭൂമിയെ തേടി പോകുന്നുണ്ട്. അവളോട് പറഞ്ഞറിയിക്കാനാകാത്ത വിധം ഒരു വെറുപ്പോ ദേഷ്യമോ എന്തോ അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു കാണാം. അതെന്തിനാണെന്ന് മാത്രം ഭൂമിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ കാർത്തി ക്ലാസ്സിൽ 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ യാതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഭൂമിക്ക്. ഭൂമിക്ക് കാർത്തി ഇമ്പോസിഷൻ കൊടുത്തപ്പോൾ മാത്രം ക്ലാസ് ഒന്നാകെ പൊട്ടിച്ചിരിച്ചു. പക്ഷേ കാർത്തിയുടെ ഒറ്റ നോട്ടത്തിൽ അതുപോലെ തന്നെ കുട്ടികൾ സൈലൻ്റ് ആവുകയും ചെയ്തു. കാർത്തി ആ ക്ലാസ് കഴിഞ്ഞ് പോയതും സുമയെ പതിയെ ഭൂമിയുടെ ചെവിയിൽ ചോദിച്ചു, അതെന്താടി ഇന്ന് സാറിന് നിന്നോടൊരു പ്രത്യേക ദേഷ്യം? ആ, എനിക്കെങ്ങനെ അറിയാനാ? ആരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല മോളെ. ഭൂമി അതൊരു കളിതമാശ പോലെയാണ് സുമയോട് പറഞ്ഞത്. തേടി ദേവ് സാർ വരുന്നു. സുമയുടെ കയ്യിൽ തട്ടി അവൾക്കടുത്തിരുന്ന ലീന പറഞ്ഞു. പെട്ടെന്ന് ക്ലാസ് ഒന്നാകെ ദേവിനു മുമ്പിൽ എഴുന്നേറ്റു. പതിവിലും സന്തോഷത്തോടെ ക്ലാസ്സിലിരിക്കുന്ന ഭൂമിയെ കണ്ണ് നിറച്ച് കണ്ടു ദേവ്. ഓരോ പീരീഡുകളും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് സുമയും ഭൂമിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. സുമി, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടി? എടി, അത് ഞാനിപ്പോൾ എങ്ങനെ പറയാ? എന്താടി, കാശിൻ്റെ എന്തെങ്കിലും ആവശ്യമാണോ? ഭൂമി സുമയെ നോക്കിയപ്പോൾ അവൾ ചോദിച്ചു. അതെ, ക്യാഷാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. എത്രയാ വേണ്ടത്? ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. കടം തരുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊരു ജോലി കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എടി, അതിനെങ്ങനെ ജോലിക്ക് പോകാനാ?
നമുക്ക് ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ പഠിക്കാനുണ്ട്. അതിനിടയ്ക്കൊരു പാർട്ട് ടൈം വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ. എടി, ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുവോ അങ്ങനെ എന്തെങ്കിലും. ക്ലാസ് കഴിഞ്ഞൊരു 1 അവർ ടൈം എടുത്താലും അതൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ? ഇത് മാത്രമല്ല, സാറ്റർഡേ സൺഡേസിൽ വേണമെങ്കിൽ 3-4 മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് എടുക്കുകയും ചെയ്യാമല്ലോ. ഇതാവുമ്പോൾ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞ് കാർത്തിക് സാറിൻ്റെ വീട്ടിൽ നിന്ന് ചാടുകയും ചെയ്യാം. പെട്ടെന്നാരും കണ്ടുപിടിക്കില്ല. എൻ്റെ അത്യാവശ്യം ചിലവുകളൊക്കെ ആരോടും പൈസ ചോദിക്കാതെ നടന്നു പോകും. എൻ്റെ ഇത്താത്താൻ്റെ കുട്ടികൾക്ക് ട്യൂഷൻ വേണമെന്ന് പറഞ്ഞു. ഒരാൾ 5-ലും ഒരാൾ 8-ലുമാണ് പഠിക്കുന്നത്. ഇത്താത്താൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയോണ്ട് അവളിപ്പോൾ കുറച്ചു നാളായിട്ട് ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാനിത് ചോദിച്ചു നോക്കാം. ഇത്ത സമ്മതിക്കുവാണെങ്കിൽ നിനക്കൊന്ന് തുടങ്ങാമല്ലോ. എൻ്റെ വീട്ടിലാണെങ്കിൽ നിനക്ക് എളുപ്പമാണ്. ട്യൂഷൻ കഴിയുമ്പോൾ ഞാൻ നിന്നെ തിരിച്ച് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കേടി, അത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നീ ഒന്ന് ഇത്താത്തയോട് സംസാരിക്കണേ. ഓക്കേടി, ഞാനത് ഏറ്റു. സുമയുടെ വായിൽ നിന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് വല്ലാത്ത ആശ്വാസമായി. ഇത്രയും നേരം തന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്ന ഒരു ചൂട് മാറി. പകരം ഒരു തണുപ്പ് പടരും പോലെ അവൾക്ക് മനസ്സിനൊരു കുളിർമ തോന്നി. അതേ സന്തോഷത്തോടു കൂടി തന്നെയാണ് അന്നത്തെ ദിവസം മുഴുവനും അവൾ ക്ലാസ്സിലിരുന്നത്. പതിവ് പോലെ ഇത്തവണയും ലാസ്റ്റ് അവർ ഫ്രീ ആയതുകൊണ്ട് സുമയുടെ കൂടെ ലൈബ്രറിയിലേക്ക് പോയതാണ് ഭൂമി. അപ്പോഴാണ് തീർത്തും അവിചാരിതമായി കാർത്തിക്കിനെ അവിടെ വെച്ച് കാണുന്നത്. ഭൂമി, ഒരു മിനിറ്റ്. കാർത്തി അത് പറഞ്ഞതും ഭൂമി സുമയെ വിട്ടുകൊണ്ട് നേരെ കാർത്തിയുടെ അടുത്തേക്ക് ചെന്നു. എന്തിനാണ് വിളിച്ചത്? വൈകിട്ട് നമുക്ക് ഒന്നിച്ചു പോകാം വീട്ടിലേക്ക്. വേണ്ട സാർ, എനിക്ക് വൈകിട്ടൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഏത് ഫ്രണ്ടാണ്? അതിപ്പോൾ ആരായാലും സാറിനെ ബാധിക്കുന്ന കാര്യമല്ല. സാറും അനുപമ മിസ്സും കൂടി പല പല സ്ഥലങ്ങളിൽ പോകുന്നില്ലേ? ഞാനതിനെ ചോദ്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. പിന്നെന്തിനാണ് സാർ ആവശ്യമില്ലാതെ എൻ്റെ പ്രൈവസിയിൽ കയറി കൈകടത്തുന്നത്? അത് ഭൂമി എൻ്റെ ഭാര്യ ആയതുകൊണ്ട്. അതിന് സാറെപ്പോഴാണ് എന്നെ ഭാര്യയെ അംഗീകരിച്ചിട്ടുള്ളത്? അക്ഷരാർത്ഥത്തിൽ കാർത്തിക്കിന് ഉത്തരം മുട്ടിപ്പോയിരുന്നു ആ സമയത്ത്. അവൻ ഭൂമിയോട് പ്രത്യേകിച്ചൊന്നും പറയാതെ നേരെ തിരിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോയി. സാറ് പോയതും സുമയ്യ ഭൂമിക്കടുത്തേക്ക് ഓടി വന്നു. എന്തിനാണ് ഈ സാറ് വിളിപ്പിച്ചത്? ആ, വൈകിട്ട് ഒന്നിച്ചു പോകാമെന്ന് പറയാൻ വേണ്ടിയാണ്. ആഹാ, അത് കൊള്ളാലോ. മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയല്ലോ. എടി, ഇതൊന്നുമല്ല. അന്നൊരു ദിവസം സാർ എന്നെ കൊണ്ടുപോയില്ല. പകരം ബസ് കയറി വന്നോളാൻ പറഞ്ഞു. അന്നത്തെ ദിവസം കഷ്ടകാലത്തിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. മാത്രമല്ല, ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വീട്ടിലിട്ടിട്ട് അതെടുക്കാനും മറന്നുപോയി. അപ്പോഴതുവഴി ദേവു സാർ വന്നു. സാറാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. അത് കാർത്തി സാറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ദേഷ്യത്തിൻ്റെ പുറത്താണ് ഇന്ന് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞത്. എന്തായാലും സാറ് വിളിച്ചതല്ലേ, നീ ഇനി ദേഷ്യമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. സാറിൻ്റെ കൂടെ തന്നെ പോ. എങ്ങനെയുള്ള സാഹചര്യത്തിൽ വിവാഹം കഴിച്ചാലും നിങ്ങളിപ്പോൾ ഭാര്യയും ഭർത്താവും അല്ലേ? ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്താലും പുറത്തു കൊടുക്കാൻ പറ്റുമോ? അത് പറ്റുന്നവരുണ്ടാകും. പക്ഷെ എന്നെക്കൊണ്ട് എന്തായാലും പറ്റില്ല. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് സാറിന് മാത്രമല്ല, എനിക്കുമുണ്ട്. തോന്നുമ്പോൾ വരണ്ടെന്ന് പറയാനും തോന്നുമ്പോൾ വരണമെന്ന് പറയാനും സാറിൻ്റെ കയ്യിലിരിക്കുന്ന പാവയല്ല ഞാൻ. അത് സാറും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാടി ഞാനങ്ങനെ പറഞ്ഞത്. ഞാൻ സാറിനൊപ്പം പോവില്ല. അല്പനേരം ആലോചിച്ചപ്പോൾ സുമയ്ക്കും മനസ്സിലായിരുന്നു ഭൂമി പറയുന്നത് തന്നെയാണ് ശരിയെന്ന്. അന്നും പതിവ് പോലെ ഭൂമി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന നേരത്താണ് ദേവിൻ്റെ കാറ് അവൾക്ക് മുമ്പിൽ വന്ന് നിന്നത്. ഭൂമി, വീട്ടിലേക്കാണെങ്കിൽ കയറിക്കോ. വേണ്ട സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊരാളെ കാണാനുണ്ട്. എടോ, ഞാൻ തൻ്റെ സാറാണ് കേട്ടോ. കള്ളം പറയുമ്പോഴേ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് ദേവങ്ങനെ പറഞ്ഞപ്പോൾ ചമ്മിയതുപോലെ ഒരു ചിരി ചിരിച്ചു കളഞ്ഞവൾ. ഭൂമി പതിയെ ദേവിൻ്റെ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് അതിലേക്ക് കയറി. അത്രയും നേരം ഭൂമിയെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന അനുപമ ആ ദൃശ്യങ്ങളെല്ലാം അവളുടെ ഫോണിൽ പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. നിമി നേരം കൊണ്ട് തന്നെ അതെല്ലാം കാർത്തിയുടെ ഫോണിലേക്ക് സെൻഡ് ആവുകയും ചെയ്തു. മറുവശം ഫോണിൽ ബ്ലൂ ടിക്ക് മാർക്ക് വന്നതും അനുപമയുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി. അതേസമയം ആ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കാർത്തിക്കിൻ്റെ മുഖഭാവം മാറി മാറി. അന്ന് വൈകിട്ട് ഭൂമിയെ ദേവ് കാർത്തിക്കിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ബാൽക്കണിയിൽ നിന്ന് അതെല്ലാം കൃത്യമായി കാണുന്നുണ്ട് കാർത്തി. ഭൂമി അകത്തേക്ക് കയറിയ സമയം തന്നെ കാർത്തി താഴേക്ക് ഇറങ്ങിച്ചെന്നു.
ദേവാണോ നിന്റെ ഫ്രണ്ട്? പെട്ടെന്ന് കാർത്തിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു ചോദ്യം വന്നതും ഭൂമി ഒന്ന് പകച്ചു. സാറിന് എന്താണ് അറിയേണ്ടത്? ഭൂമിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും മറുപടികളും. അത് കിട്ടുന്നത് കാണിക്കെ അല്പം ഒന്ന് പരുങ്ങി കാർത്തിക്. എന്നെ സംബന്ധിച്ച് ദേവ് സാറുമായി എനിക്ക് ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നതിനപ്പുറം മറ്റൊരു റിലേഷനുമില്ല. ഇനി ഉണ്ടാകുമോ എന്നും അറിയില്ല. നീ എൻ്റെ ഭാര്യയാണ്. അതിന്? എളിക്ക് കൈകൊടുത്ത് ഭൂമി അത് ചോദിച്ചതും കാർത്തി ദേഷ്യത്തിൽ റൂമിലേക്ക് പോയി. ആ കാഴ്ച ഭൂമിയിലൊരു ചിരി ഉണർത്തിയെങ്കിലും അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർക്കവേ ഭൂമിക്ക് വല്ലാത്തൊരു ആശങ്ക തോന്നിപ്പോയി. ഭൂമി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ തന്നെ സുഭദ്ര ഒരു കപ്പ് കാപ്പിയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ലമ്മേ. തൽക്കാലം ഇത് കുടിക്ക്, കുളിയൊക്കെ പിന്നീടാവാം. മോളുടെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം മോൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്. ക്ഷീണം തോന്നുന്നെങ്കിലേ അല്പസമയം കയറി കിടന്നോളൂ. ശരിയമ്മേ. അതും പറഞ്ഞ് അവൾ മുകളിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് സുഭദ്ര പിന്നിൽ നിന്ന് വിളിച്ചത്. മോളെ, ഞാൻ ദേവകിയോട് പറഞ്ഞിട്ട് റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ആണോ? താങ്ക്സ് അമ്മേ. പുതിയ റൂം ശരിയായ സന്തോഷത്തിൽ അവൾ മുകളിലേക്ക് കയറിപ്പോയി. ആദ്യം തന്നെ അവൾ ചെയ്തത് കാർത്തിക്കിൻ്റെ റൂമിലുണ്ടായിരുന്ന അവളുടേതായ എല്ലാ സാധനങ്ങളും പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വസ്ത്രങ്ങളടക്കം അവൾ പുതിയ റൂമിലേക്ക് മാറ്റി. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാനുള്ള ബുക്ക് തുറന്നു വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാർത്തി അവിടേക്ക് കയറി വന്നത്. കാര്യം കാർത്തിയുടെ തൊട്ടടുത്ത റൂമിലാണ് ഭൂമിയെങ്കിലും കാർത്തി അവൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അവൻ കണ്ടതാണ് ഭൂമി ഇപ്പുറത്തെ റൂമിലിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ അവിടേക്ക് ചെന്നത്. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇനി മുതൽ എൻ്റെ റൂം ഇതാണ്. ആര് പറഞ്ഞു? ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയാണ് പറഞ്ഞത് ഈ റൂം എടുത്തോളാൻ. കാര്യങ്ങൾ പൂർണ്ണമായും സത്യമല്ലെങ്കിലും കാർത്തിക്കിനോട് ആ നിമിഷം അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത്. ഭൂമിയുടെ സാന്നിധ്യം ആ റൂമിലൊരു ശല്യമായിട്ട് കാർത്തിക്കിന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അവൾക്കും തോന്നിത്തുടങ്ങി. കാരണം അവൻ ഫോൺ കോൾസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ബാൽക്കണിയിലേക്ക് ഓടുന്നത് പലപ്പോഴും അവൾ കാണാറുണ്ടായിരുന്നു. പിന്നെ കാർത്തി എന്തോ ചോദിക്കാനായി വന്നപ്പോഴേക്കും ഭൂമി ബുക്കിലേക്ക് നോക്കി ഉറക്കെ വായിച്ചു തുടങ്ങി. തന്നെ ഒഴിവാക്കിയതാണെന്ന് മനസ്സിലായതോടെ കാർത്തി ഡോറ് ചാരി മുറിയിൽ നിന്നിറങ്ങി. ഭൂമി നാളത്തേക്കുള്ള ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേരത്താണ് സുമയുടെ കോൾ വരുന്നത്. എടി, എൻ്റെ ഇത്തത്ത് സമ്മതിച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനായിട്ട്. കുട്ടികൾക്ക് സിലബസ് ഇത്തിരി പാടായതുകൊണ്ടേ ഇത്തത്തെ ചോദിക്കുന്നത് നിനക്ക് മറ്റന്നാൾ മുതൽ വരാമോ എന്നാണ്. വൈകുന്നേരം ഓരോ മണിക്കൂർ ട്യൂഷൻ എടുക്കാൻ പറ്റുമോ? സാറ്റർഡേ ഒരു 2-3 മണിക്കൂർ കൂടുതൽ എടുക്കാം. ഒരു സബ്ജക്റ്റിന് 500 വെച്ചിട്ട് ഇത്തത്ത പേ ചെയ്യും. എങ്ങനെ പോയാലും നിനക്കൊരു 10,000 രൂപ കിട്ടും ഒരു മാസം. സത്യമാണോ സുമി നീ പറയുന്നത്? ഭൂമിയുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. സത്യം? ഈ കാര്യത്തിൽ ആരെങ്കിലും കള്ളം പറയോ? വേറെയും 1-2 കുട്ടികളുണ്ട്. എങ്കിൽ മറ്റന്നാൾ മുതൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് വരാം. കുട്ടികൾക്കുള്ള ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ തിരികെ പോരാം. നല്ല ഐഡിയ ആണ്. പക്ഷെ സാറിനോട് എന്തു പറയും? എല്ലാ ദിവസവും നീ ലേറ്റായിട്ട് വീട്ടിൽ ചെന്നാൽ സാറും സാറിൻ്റെ അമ്മയും നീ എവിടെ പോയിന്ന് തിരക്കില്ലേ? എന്തായാലും ട്യൂഷൻ എടുക്കാൻ പോവാണെന്നുള്ള കാര്യം തൽക്കാലം ഇവിടെ പറയാൻ പറ്റില്ല. പരീക്ഷ എടുക്കാറായതുകൊണ്ട് നിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് വരുവാണെന്ന് പറയാം. ആ, എങ്കിലങ്ങനെ മതി. അതാവുമ്പോൾ ആരും പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. പിന്നെയും കുറേ നേരം സുമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷമാണ് ഭൂമി ഫോൺ വെച്ചത്. അപ്പോഴേക്കും സമയം ഏകദേശം 8 മണിയോടടുത്തു. മോള് പഠിച്ചു കഴിഞ്ഞോ? വാതിലിൽ ചെറുതായി തട്ടി മെല്ലെ തുറന്നുകൊണ്ട് സുഭദ്രയായിരുന്നു ഭൂമിയോട് ചോദിച്ചത്. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളമ്മേ. എങ്കിൽ താഴേക്ക് വാ ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കയറി കിടന്നോളൂ. ശരിയമ്മേ. സുഭദ്രയും ഭൂമിയും താഴേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന നേരത്താണ് കാർത്തി അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. കാർത്തിയുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് ഭൂമിയെ തേടിച്ചെന്നെങ്കിലും അവളൊരു നോട്ടം കൊണ്ടുപോലും അവനെ മൈൻഡ് ചെയ്തില്ല. ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് പ്ലേറ്റും കൊണ്ട് തിരികെ അടുക്കളയിൽ വെച്ച ശേഷം സുഭദ്രയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൾ നേരെ മുകളിലെ മുറിയിലേക്ക് പോയി. പിറ്റേ ദിവസം പതിവ് പോലെ ഭൂമി നേരത്തെ ഇറങ്ങി. സുഭദ്രയോട് കോളേജിൽ ചെന്ന് ചെയ്തു തീർക്കാൻ അല്പം വർക്കുണ്ട്, അതുകൊണ്ട് നേരത്തെ പോവാണെന്ന് പറഞ്ഞു. എന്നത്തെയും പോലെ കാർത്തി റെഡിയായി വന്നപ്പോൾ ഭൂമിയെ അവിടെ കണ്ടില്ല. അവന് കാര്യം മനസ്സിലായിരുന്നു. പക്ഷേ സുഭദ്രയോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനും അവൻ മുതിർന്നില്ല.
ഭൂമി കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ പോയിരുന്നെങ്കിലും പിന്നീട് അവൾ ഓർത്തു, എന്തായാലും ദേവി ഈ വഴി വരുമെന്ന്. ഇനി വെറുതെ ദേവിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവൾ ആദ്യം കണ്ട ഒരു ബസ്സിൽ കയറി. നേരത്തെ കോളേജിലെത്തിയതുകൊണ്ട് കുട്ടികൾ അധികമാരും വന്നു തുടങ്ങിയില്ല. അവൾ വെറുതെ കോളേജിലെ ഓരോ വാഗമരങ്ങൾക്കിടയിലൂടെ നടക്കുകയും വാഗമരത്തണലിൽ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ സമയം തള്ളി നീക്കി. അപ്പോഴേക്കും സുമി വന്നു. ഒരുപാട് നേരമായി നീ വന്നിട്ട്? സുമി ഭൂമിയോടായി ചോദിച്ചു. അതേടി, കുറച്ചു നേരമായി. ഇന്നും നീ ബസ്സിലാ വന്നേ? അതെ. ക്ലാസ് കയറാൻ സമയമാവാത്തതുകൊണ്ട് അവരിരുവരും കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഭൂമി സുമിയോട് ഇന്നലെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. കാർത്തിക്കിൻ്റെ റൂമിൽ നിന്ന് മാറി വേറൊരു റൂമിലേക്ക് പോയത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അതുതന്നെ അടിമോളെ നല്ലത്. നമുക്കൊരു വിലയില്ലാത്തടത്തു നിന്നും അവരായിട്ട് മാറ്റുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം ഒഴിഞ്ഞു മാറിക്കൊടുക്കണം. സാറ് പറഞ്ഞ പോലെ എങ്കിലെങ്കിലും ഒരു വർഷം വീട്ടിൽ ജീവിക്കണം. അവരുടെ അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എവിടേക്കെങ്കിലും മാറണം. അപ്പോഴേക്കും എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകും. കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഒരു നല്ല ജോലിക്ക് കയറാം. എല്ലാം നടക്കും ഭൂമി. ക്ലാസ് തുടങ്ങാറായി, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതും പറഞ്ഞ് ഭൂമിയുടെ കയ്യും പിടിച്ച് സുമി മുന്നോട്ട് നടക്കുമ്പോഴായിരുന്നു കാർത്തിക്കിൻ്റെ കാറ് അവരെ പാസ് ചെയ്തു പോയത്. ഭൂമി, ആ പോയത് കാർത്തിക് സാറിൻ്റെ കാറല്ലേ? അതെ, അതിന് നമുക്കെന്താ? പിന്നെ സുമി അതേപ്പറ്റി യാതൊന്നും സംസാരിച്ചില്ല. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ലൈബ്രറിയിലേക്ക് പോവാണ് ഭൂമിയും സുമിയും. അതുവഴി വരികയായിരുന്ന അനുപമ തനിക്ക് എതിർവശത്തു നിന്ന് ഭൂമി വരുന്നത് കണ്ട് അവളുടെ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. തുടരും. വലിയ പാർട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.